ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബ്രെഡ് പോക്കറ്റ് ഷവർമയായിട്ട് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. നമ്മൾ ബ്രെഡ് എടുത്തു, ഇങ്ങനെ ഒരു ഗ്ലാസ് കൊണ്ട് അമർത്തി കൊടുത്തിട്ടോ, അപ്പോൾ ഒരു വട്ടം കിട്ടൂലേ, അതിന് വേണ്ടിയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് മക്കളത് കഴിക്കാൻ. ഷവർമക്കൊക്കെ പൂതിയാകുമ്പോഴേ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കി കഴിച്ചാലും മതി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ വട്ടം ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ, പോക്കറ്റാക്കി എടുക്കാനേ. ഈ മുറിച്ച ഭാഗം മാറ്റി വെക്കുക, അത് നമുക്ക് ആവശ്യമുണ്ടേ. ഇതിന് കുത്താനും വേണ്ടിയുണ്ട്, പൊടിച്ചെടുക്കണം, ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം, അതിനാണ്. എന്നിട്ട് നമ്മളൊരു 4 മുട്ട ഇതേമാതിരി പൊട്ടിച്ച് വെച്ചിന് കേട്ടോ. അപ്പോൾ ഇതിന് മയോണൈസ് ഉണ്ടാക്കിയെടുത്തണേ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസ് തന്നെയാണ് കേട്ടോ, മുട്ട വെച്ചാണ്ട്. അങ്ങനെ ഈ 4 മുട്ടയൊക്കെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലേ, ഇനി ഉപ്പിട്ട് കൊടുത്താണ്ട് നല്ല പോലെ ഇളക്കി എടുത്തിട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ച് നമ്മൾ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഉള്ളി, ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കോ, ക്യാബേജ്, ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്, മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. ലേശം കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ടോ. എന്നിട്ട് മയോണൈസും ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേന് നമുക്ക് ആ ബ്രെഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം, അതിനാണ്. ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ചാൻ പോവാണേ. ഉണ്ടോ, നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി തന്നെയാണ്, അതിൻ്റെ വക്കൊക്കെ നമ്മൾ എടുത്ത് വെച്ചിനല്ലോ, അത് തന്നെയാണ്. 2 ബ്രെഡ് വട്ടത്തിൽ മുറിച്ചതും ഇങ്ങോട്ട് എടുത്താണ്ട് ഇതേമാതിരി ഇങ്ങോട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ അതിലും മുക്കുക, നല്ല പോലെ ആക്കണം കേട്ടോ. എന്നിട്ട് പിന്നെയും മുക്ക് തന്നെ എല്ലാ ഭാഗത്തും 2 വട്ടം മുക്കി, അതിനുള്ള ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ, അതിനാണ് ഈ 2 വട്ടം മുക്കണത്. ബാക്കിയെല്ലാം കൂടി അങ്ങനെ മുക്കിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ 6 ഉണ്ടാക്കിയത്, അങ്ങനെ ബാക്കിയെല്ലാം കൂടി നമ്മൾ മുക്കിയെടുക്കുകയാണ്. ഇതേമാതിരി 2 വട്ടം മുക്കിയാൽ മതി, എന്നാൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും, അതിനാണ് മുക്കണത്. അപ്പോൾ തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടോ. എണ്ണ ചൂടായ പിന്നെ ചെറിയ തീ മതി കേട്ടോ, ഇങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും വേവിച്ചെടുക്കുക കേട്ടോ. പൊങ്ങിയും വന്നാണ് കുറച്ച്. അങ്ങനെ ബാക്കിയെല്ലാം കൂടി നമ്മൾ പൊരിച്ചെടുക്കട്ടെ. എന്നിട്ട് ഇത് ചൂടാറിന് ശേഷം മുറിച്ചാൻ പറ്റുള്ളൂ കേട്ടോ, അല്ല ഞാൻ പൊട്ടിപ്പോയാലോ. അങ്ങനെ നമ്മൾ ബാക്കിയെല്ലാം കൂടി പൊരിച്ചൊക്കെ എടുത്തു. അതിക്ക് കുറച്ച് ഇപ്പിൻ്റെ കമ്മിയുണ്ട് തോന്നിയപ്പം കുറച്ച് ഇപ്പ് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ നാരങ്ങ ഒറ്റിക്കണം, അതിന് കുരു പറ്റില്ല, അപ്പോൾ കുരു ഒഴിവാക്കേണ്ടത് നമ്മൾ നാരങ്ങ ഒറ്റിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോഴത്തേന് നമ്മളിതൊക്കെ ചൂടാറി വന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ബ്രെഡ് എടുത്തു, ഇതുപോലെ അങ്ങോട്ട് മുറിച്ച് കൊടുത്തു. ശരിക്കും നടുക്ക് മുറിക്കണം എന്നാണ്, അപ്പോൾ പിന്നെ ചെറുതാവുള്ളൂ വിചാരിച്ചാണ്ട്, വലുതായിക്കോട്ടെ വിചാരിച്ചാണ്ട് മുക്കാൽക്കാക്കിയാണ്ട് ചെറിയൊരു കഷ്ണം മുറിച്ച് കൊടുത്തു. അങ്ങനെ ബാക്കി അതിക്ക് നിറച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ അങ്ങോട്ട് നിറച്ച് കൊടുക്കുക. പിന്നെ ഒക്കെ നിറച്ചെടുത്തതിന് ശേഷം നമ്മൾ മയോണൈസ് കുറച്ചും കൂടി പാർന്ന് കൊടുക്കുക കേട്ടോ, ഒഴിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ പാർന്ന് കൊടുക്കണ ഒരു ഭംഗിക്കുമാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും.